അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം എന്താ നമ്മൾ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. ഗെയ്സ് രാവിലെ തന്നെ ഞാൻ എണീറ്റ് കുറച്ച് ഷോ ഒക്കെ കാണിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ തമ്പനയിൽ കണ്ടതുപോലെ ഒരു വെഡ്ഡിങ് വ്ളോഗാണ്. ഇക്കാടെ കൂട്ടുകാരൻ്റെ കല്യാണമാണ്, ഗെയ്സ് കല്യാണം. അങ്ങനെ അതിന് പോകാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ തലേന്ന് രാത്രി ഞാൻ എല്ലാവരും ഉറങ്ങിയ ശേഷം മൈലാഞ്ചി ഇടുന്നതാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇസക്കുട്ടി സമ്മതിക്കത്തില്ല, എൻ്റെ കൂടെ വന്ന് അവൾക്ക് മൈലാഞ്ചി ഇടണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എൻ്റെ കൈയൊക്കെ കൊളാക്കും. അതുകൊണ്ട് അവൾ ഉറങ്ങിയതിന് ശേഷം ഞാൻ ഇടത്തുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാവരും കിടന്ന് ഉറങ്ങിയ ശേഷം ഞാൻ എണീറ്റിരുന്ന് മൈലാഞ്ചി ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്റ്റാൻഡില്ല, വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാൻഡില്ലായിരുന്നു. ഞാൻ അങ്ങനെ അവിടെയുള്ള മേശയുടെ പുറത്തൊക്കെ വെച്ച് നോക്കി. ആദ്യം പറ്റിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു കുപ്പിയൊക്കെ എടുത്ത് വെച്ച് എൻ്റെ മണ്ടയിൽ അങ്ങനെയൊക്കെ വെച്ച് നോക്കിയപ്പോഴത്തേനും ഒരു വിധം കിട്ടി. ഞാൻ അങ്ങനെ കൈയൊക്കെ വലിച്ചു പിടിച്ചിരുന്ന അത് ക്യാമറയ്ക്ക് കിട്ടണമല്ലോ, അങ്ങനെ ഇട്ടതാണ്. ഗെയ്സ് എങ്ങനെയുണ്ടെന്ന് പറയണേ. പിന്നെ ഒരുവിധം ഞാൻ ഒപ്പിച്ചെടുത്ത ഗെയ്സ്. പിന്നെ ബിഗ് ബി ആയതുകൊണ്ട് പെട്ടെന്ന് ചുവന്ന് കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കളറ്. അത് തന്നെ രാവിലെ ആയപ്പോൾ അവിടെ എവിടെയൊക്കെ ഒട്ടിയും വലിഞ്ഞൊക്കെ ഇരുന്ന് ഞാൻ പിന്നെ അതൊക്കെ വലിച്ചിളക്കി കളഞ്ഞിട്ടുള്ള പട്ടി ഷോയാണ് ഗെയ്സ്. അത് കഴിഞ്ഞ് പിന്നെ ഒരുങ്ങാനായിട്ട് പോയി. ഞാൻ അവിടെ ഇവിടെയൊക്കെ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. കാരണം വെച്ചാൽ മിക്ക വീഡിയോയ്ക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ ഈ ഒരുങ്ങണ വീഡിയോ അവിടെ ഇവിടെയൊക്കെ തട്ടിയും മുട്ടയൊക്കെ എടുക്കാറുള്ളൂ. കാരണം വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു പരിപാടി ഇത് എനിക്ക് വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഭയങ്കര വെപ്രാളമാണ് കേട്ടോ. വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ ഞാൻ മറന്നു പോകും. പെട്ടെന്ന് ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ആലോചിക്കുക, അയ്യോ വീഡിയോ എടുത്തില്ല എന്നുള്ളത്. അങ്ങനെയുള്ള സംഭവമാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ തൊട്ടും പിടിച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഇസുവിനെയൊക്കെ ഒരുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് വെച്ച് അവൾ ഉടുപ്പിലെ പൂവൊക്കെ വലിച്ചിളക്കി. പിന്നെ ഞാൻ പിന്നൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകാനായിട്ട് ഇറങ്ങി നിന്നതാണ്. രാവിലെ ഫുഡൊന്നും കഴിക്കാതെ പോയി. പിന്നെ ഞാൻ രാവിലെ ഹിന്ദുക്കളെ കല്യാണം ആയതുകൊണ്ട് ഞാൻ വെച്ച് രാവിലെ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന്. പക്ഷേ ഒരുങ്ങിയതിന് ശേഷമാണ് ഇക്ക പറഞ്ഞത് അല്ല 12 മണിക്കാണ് കല്യാണമെന്ന്. അപ്പോൾ എന്തായാലും ഒരുങ്ങിയതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വണ്ടിയിൽ കയറി. പിന്നെ എനിക്കൊരു കയ്യിലിടാനുള്ളൊരു ബ്രേസ്ലെറ്റ് വാങ്ങിക്കണമായിരുന്നു കേട്ടോ. സ്വർണ്ണമല്ല, സാധാ ഗ്യാരണ്ടി. അങ്ങനെ അത് വാങ്ങിക്കാനായിട്ട് എനിക്ക് ഒരു ഫാൻസി ഷോപ്പ് വരെ പോകണമായിരുന്നു. അങ്ങനെ അതിന് പോകാനായിട്ട് വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ഇസുവിൻ്റെ ഒരു ഷോ ഒക്കെ ഞാൻ എടുക്കുന്നതാണ്. പുള്ളിക്കാരിക്ക് വണ്ടിയിൽ കയറി ഇരുന്ന് അപ്പോഴേ മുഖമൊക്കെ വാടി. അതിൻ്റെ സ്മെല്ല് പറ്റത്തില്ല, എസിയുടെ സ്മെല്ലൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഛർദ്ദിക്കാനായിട്ട് പിന്നെ സൈലൻ്റാണ് ആൾ, പാവം കൊച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പാലോട് വന്നു കേട്ടോ. നമ്മുടെ അവിടെ സ്ഥലത്ത് വന്നിട്ട് ഞാനൊരു കടയിൽ കയറുകയാണ്. സെയിം ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടുമോ എന്തോ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ മറ്റേ സൂഫി സ്റ്റോൺ വന്നിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റാണ്. സിമ്പിളായിട്ട് കിടക്കുന്ന ഒരു സൂഫി സ്റ്റോൺ വന്നിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ചത് കിട്ടിയില്ല, വേറൊരു സംഭവമാണ് എനിക്ക് കിട്ടിയില്ല. പിന്നെ കിട്ടിയത് എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങി. പക്ഷേ ആ വീഡിയോയിൽ എടുത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ വന്ന് നേരെ ആഡിറ്റോറിയത്തിൻ്റെ പാർക്കിങ്ങിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആഡിറ്റോറിയം ചെറുക്കനും പെണ്ണും ഒക്കെ നമുക്കിവിടെ അടുത്തായതുകൊണ്ട് ദൂരോട്ട് പോകേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരങ്ങൾ. ഇക്കാല കൂട്ടുകാരനാണ് കേട്ടോ കല്യാണ ചെറുക്കൻ ഇക്കാല കൂട്ടുകാരനാണ്. അങ്ങനെ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരുവിധം പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേസ്. അതുപോലെ തന്നെ നല്ല മൊട്ടം തിരക്കായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു കേട്ടോ. എടുക്കുമ്പോൾ എല്ലാവരും ബേക്ക് മാത്രമേ കിട്ടുന്നുള്ളായിരുന്നുള്ളൂ താഴെ നിന്നിട്ട്. പിന്നെ ഒരുവിധം ഞാൻ ബേക്കിൽ പക്ഷേ മകളിൽ കയറി വന്നൊക്കെ എടുത്തപ്പോഴത്തേനും കുറച്ചൊക്കെ കിട്ടി. നമ്മുടെ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ മെയിൻ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരന്മാരുടെ വക കൂക്കുവിളിയും ഫോട്ടോ എടുപ്പും മേളങ്ങളൊക്കെയാണ്. അങ്ങനെ അത് കണ്ട് അവിടെ ഇരുന്ന് നമ്മുടെ സമയം പോയത് അറിഞ്ഞില്ല ഗെയ്സ്. അവസാനത്തെ പന്തിയായി താഴെ. ഇനിയിപ്പം നേരെ താഴോട്ട് വെച്ച് പിടിക്കണം.
അവിടെ ചെന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു കേസ്, അമ്മ തിരക്കായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. എങ്ങനെ ഞാൻ എൻ്റെ സീറ്റിൽ വന്നിരുന്നു എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടണില്ല. പിന്നെന്താണ്, വീണ്ടും അകത്ത് കയറിയിട്ടിരുന്ന് വീണ്ടും കാത്തിരിപ്പാണ് കേസ്. കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ വാഴയില എത്തിയിട്ടുണ്ട്. പിന്നെന്താണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സദ്യ കഴിക്കാനായിട്ട്. ഇങ്ങനെ കാത്തിരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറെ എവിടെ കിട്ടും. അതുകൊണ്ട് എനിക്ക് സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താണ്, ചോറ് വരുമ്പോഴത്തേനും എൻ്റെ ഇലയിലെ മിക്ക കറികളും തീർന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ പരിപ്പും ചോറും കൂട്ടി കഴിക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോറ് തീർന്നതിന് മുന്നേ പായസവും വരില്ലേ, അതൊക്കെ ഒരു ഫീലിങ്സ് ആണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സദ്യ കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ ചിലപ്പോൾ വിചാരിക്കും കഴിക്കുമ്പോഴത്തേനും ഒരു നല്ലൊരു മീൻ ഫ്രൈയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു മത്തി പൊരിച്ചതോ ചാള പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു നെത്തോലി പൊരിച്ചെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കലക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് സദ്യയൊക്കെ കഴിച്ച് ഇങ്ങനെ. പിന്നെന്താണ്, ഇക്കായാണ് കേട്ടോ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് എന്നെ കാണുമെന്ന് വെച്ചാൽ, സദ്യ കഴിക്കാൻ കയറിയപ്പോൾ ഇസു എൻ്റെ മടിയിൽ വന്ന് ചോട്ടിൽ കളിച്ചുകൊണ്ടൊക്കെ അവിടെ ഇരിപ്പായി. അത് കഴിഞ്ഞ് പിന്നെ എന്നെ കൊണ്ട് പറ്റത്തില്ല, വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല എന്നുള്ള ഒരിത് വന്നപ്പോൾ പിന്നെ ബാക്കി ഇക്കായാണ് കേട്ടോ എടുത്തത്. അതുകൊണ്ട് ലാസ്റ്റ് മോര് കുടിക്കുന്നത് വരെ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു വലിയ യുദ്ധത്തിന് ശേഷം നമ്മളിതാ ചെറുക്കനെയും പെണ്ണെയൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേനാണ് വിചാരിച്ചത് നമുക്കൊന്ന് വയലിൻ്റെ അങ്ങോട്ട് പോയിട്ട് വരാമെന്ന്. അങ്ങനെ ജസ്റ്റ് ഒന്ന് വയലിൻ്റെ അവിടെ വരെ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴത്തേനും ദൈസ് വേറൊരു മാമച്ചിയുടെ കയ്യിൽ കയറി ഇരിപ്പുണ്ട്. അങ്ങനെ എന്തൊക്കെയോ വെളിയിൽ ഇറങ്ങി യൂസ് ഭയങ്കര സീരിയസ് ആണ് കേട്ടോ, ആറ്റിറ്റ്യൂഡ് ഇട്ടേ ഇരിക്കത്തുള്ളൂ. അങ്ങനെ അവിടെ നല്ല മഴയൊക്കെ പെയ്ത് ചെളിക്കുണ്ടായിട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ വയലിൻ്റെ അങ്ങോട്ട് പോയില്ല, കുറച്ച് പോയിട്ട് തിരിച്ച് വന്നേ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ വന്ന് പിന്നെ ഒരു ഉറക്കമൊക്കെ പാസ് ചെയ്തിട്ട് രാത്രിയായപ്പോൾ വീണ്ടും ഇന്ന് ഉച്ചയ്ക്ക് സദ്യയില്ലേ, അതുകൊണ്ട് രാത്രി എന്തെങ്കിലും നോൺ വെജ് കഴിക്കാമെന്ന് പറഞ്ഞ് കൊതിവിട്ട് ഞാൻ ഷവായി അല്ല കുഴിമന്തി കഴിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ നല്ല പെരുമഴയും കൂടെ ആയിരുന്നു. പെരുമഴയത്ത് നല്ല ചൂട് കുഴിമന്തി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കത്തില്ലേ. അങ്ങനെ നേരെ നമ്മൾ പോയി നമ്മുടെ അർമാനിയിലോട്ട് പോയി കേട്ടോ, ഒരു ബിരിയാണി കഴിക്കാൻ. പക്ഷേ ബിരിയാണിയിൽ എനിക്ക് തോന്നി ഇതിപ്പോഴും തെറ്റി പോകുന്നത് കുഴിമന്തി കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ വന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേനും മഴ തോന്നുന്നു കുറച്ചിതേ ഉള്ളൂ. കണ്ട റോഡൊക്കെ നല്ല ഉണങ്ങി കിടക്കണം, അപ്പുറവും ഇപ്പുറവും ഉണ്ട്. പക്ഷേ ഇവിടെ റോഡ് നല്ല ഉണങ്ങി കിടക്കണം, അപ്പുറത്ത് പേരും മഴയും. അങ്ങനെ നമ്മളിവിടെ വന്ന് സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പാഴ്സലാണ് വാങ്ങിച്ചുകൊണ്ട് പോകണം. ഇവിടെ നിന്ന് കഴിക്കില്ല, വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചേട്ടാ. അങ്ങനെ മഴയൊക്കെ നോക്കി കഴിക്കാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നേരെ വീട്ടിൽ കൊണ്ടുവന്ന്. പക്ഷേ നമ്മൾ ഷവായി അല്ലേ സാധനം, കുഴിമന്തി കഴിക്കുകയാണ് കേസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ. അപ്പോൾ സ്നേഹത്തോടെ ടാറ്റാ ബൈ ബൈ.